ഞാൻ എൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹമായിരുന്നു പാഠപുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് ഉൾപ്പെടുത്തുക. പാമ്പിൻ്റെ വനത്തിനെക്കുറിച്ച്, പാമ്പിൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ പാമ്പിനെ കാണുന്നുണ്ട്. പാമ്പിനെ കുഞ്ഞുങ്ങളെ കൂടെ കാണുന്നു, അല്ലെങ്കിൽ പാമ്പ് മറ്റേ ഫ്രിഡ്ജിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വാർത്തകൾ വരുന്നു. നല്ല തണുത്ത് എന്താ പറയുക, വെള്ളം ഐസായി കട്ടിയായി പോകുന്ന ഫ്രിഡ്ജിനകത്ത് പാമ്പ് കയറിയിരുന്നു എന്നൊരു വീഡിയോ. എന്ത് പൊട്ടത്തിലാണെന്ന് അറിയാം. സാധാരണ വെളുത്തുള്ളി നല്ലതാണ്, പക്ഷേ പാമ്പ് വരാതിരിക്കാനല്ല. രാത്രി എന്തെങ്കിലും വയറ്റിന് പിടിക്കാത്ത കഴിച്ചിട്ട് കിടന്ന് 2 കഷ്ണം കഴിച്ചിട്ട് കിടന്ന് രാത്രി വയറ്റിലെ ഗ്യാസൊക്കെ പോയി കിട്ടും. എൻ്റെ വീട്ടിൽ ഞാൻ പാമ്പിനെ കൊണ്ട് വെച്ചിട്ട് ഞാൻ പരീക്ഷിച്ചൊരു കാര്യമാണ്. എന്താണെന്ന് അറിയാം, ഒരു പാമ്പിനെ ഒരു റൂമിനകത്ത് വിട്ടിട്ട് ഒരു സൈഡിൽ ഡോറിൻ്റെ അവിടെ കൊണ്ട് ലേശം മണ്ണെണ്ണ സ്പ്രേ ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ളവർ ചോദിച്ചു, വന്നിട്ട് കുറച്ച് പാമ്പ് വരാതിരിക്കാണ്ട് നിങ്ങൾ എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന സാധനങ്ങളൊന്നും വാങ്ങിച്ച് വെട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. 1-2 മരുന്നുകൾ മാത്രം. അവൻ്റെ ഫുഡായ എലിയുടെ മറ്റ് ജീവികളുടെയോ യൂറിൻ്റെയോ മോഷൻ്റെയോ ഗന്ധം നാവ് കൊണ്ട് സെൻസ് ചെയ്തിട്ട് അവൻ മാളത്തിൽ ഒന്ന് ഇറങ്ങുന്നത്. അല്ലാതെ 50 അടി അപ്പുറത്തിരിക്കുന്ന പാമ്പിന് 50 അടി ഇപ്പുറത്തിരിക്കുന്ന ആ വീട്ടിൻ്റെ ബേസ്മെൻറ്റിനകത്ത് എവിടെയോ ഹോളുണ്ടായിരുന്നു. ആ ഹോളിനകത്ത് ചങ്കൂരിനെ മുട്ടയിട്ട് അവിടെ നിന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് അവിടെ പുറത്തേക്ക്. ഒരു കാരണവശാലും വേനൽ സമയത്ത് പായ് വിരിച്ചോ ബെഡ്ഷീറ്റ് ഇട്ടോ മെത്ത വിരിച്ചോ കിടക്കരുത്. അതൊരു ചവരോട് ചേർന്ന് കിടക്കരുത്. ചെടിയെ സ്നേഹിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചെടിയെ സ്നേഹിക്കുന്നവർ കവിൻ്റെ പറയുന്നത് ചെടിച്ചട്ടികൾ കൂട്ടി അടുപ്പിച്ച് വെക്കാതിരിക്കും. കാരണം നായ്ക്കൾക്ക് വെള്ളം വെച്ച് കൊടുക്കുന്ന പ്രവണതയുണ്ട്. ഒരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോ നിങ്ങളുടെ വീടിൻ്റെ പറമ്പിലോ ഒന്നും നായ്ക്കൾക്ക് വെള്ളം വെക്കാതെ. ഈ പാമ്പുകൾക്ക് വെള്ളം അനിവാര്യമാണ്. ചൂട് സമയത്ത് വെള്ളം കുടിക്കാണ്ട് അവരിവിടെ വരും. ഈ പരിസരത്ത് എവിടെയെങ്കിലും തങ്ങി നിൽക്കും. അന്ന് അവിടെ നിന്ന് അങ്ങനെ മുറിക്കാൻ പാമ്പിനെ പിടിവിടും. അമ്മമാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വെളിയിലിറങ്ങുമ്പോൾ അടച്ച് ചൂടൊക്കെ എല്ലായിടത്തും ഉണ്ട്, ശരിയാണ്, സംഭവിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവനക്കാരും വലുതൊന്നും അല്ല. പ്രിയപ്പെട്ട പുതിയ തലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ ഈ മൊബൈലിൻ്റെ ഫ്ലാഷിനെ സംരക്ഷിക്കും, നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ആലോചിച്ച് പാമ്പൊടി കിട്ടുന്നില്ല. ഇപ്പോൾ ചെറിയെങ്കിലും മോനെ കിട്ടിയ കൊച്ചു മോനല്ല, ആ മോൻ കിടന്നു വിളിച്ചാൽ പാവപ്പെട്ട ഇന്നും നമ്മുടെ നാട്ടിൽ ഇത്തിരി ദാരിദ്ര്യം പിടിച്ച് വീടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സത്യം പറയാം. ആദ്യമായിട്ട് ചെയ്തൊരു കാര്യം, പാമ്പിന് വിഷമില്ല എന്ന് ക്ലാസ് എടുത്തിരുന്ന ഒരാളാണ്. കാരണം പാമ്പിൻ്റെ വിഷമെന്ന് പറയുന്നത് തെറ്റായ വാക്കെന്നാണ് ഞാൻ അന്നോട്ട് ക്ലാസ്. വേറെ അണലിയുടെ കടി കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും അണലിയുടെ കടി കിട്ടി. നല്ല വലിയ നീളമുള്ള പല്ലാണ്, ചൂണ്ടമാതിരി അകത്തിരിക്കുന്ന പല്ലാണ്. നല്ല ഏത് ഡയറക്ഷനിൽ ഈ അണലിയുടെ ഏത് സമയം മുതലായിരിക്കും വിഷമുണ്ടാകുന്നത്? ഇപ്പോൾ അണലിക്ക് ഉണ്ടായി എത്ര സമയത്തിന്? വലിയ മൂർക്കൻ, ഒരു 5 അടിയുള്ള മൂർക്കൻ പാമ്പിനേക്കാളും അപകടകാരിയാണ് ചെറിയ മൂർക്കൻ്റെ കുഞ്ഞും. എന്ത് ബേസിലാണ് പറഞ്ഞതെന്ന് എനിക്കൊരു പിടിയില്ല. സാധാരണ മൂർക്കൻ്റെ കടി കിട്ടിയാൽ നമുക്കുണ്ടാവുമെന്ന് വെച്ചാൽ, നമുക്ക് ആ കടി കിട്ടുന്ന സ്ഥലത്ത് നല്ല വേദന ഉണ്ടാവും. വേദനയ്ക്ക് മാത്രമല്ല, അവിടെ ബ്ലഡ് ഇങ്ങനെ കട്ടിയായിട്ട്. നമ്മുടെ നാട്ടിൽ പലതിലും നടക്കുന്ന പല റിസർച്ച് സെൻ്ററിനും പൂട്ടാൻ കാരണം അനാവശ്യമായിട്ട് രാഷ്ട്രീയ കടന്നുകയറ്റമാണ്. അത് നമ്മൾ ഒഴിവാക്കി ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ നാട്ടിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഇന്ന പാർട്ടിക്കാരൻ ഇന്ന സംഘടന ഇന്ന സമുദായ സംഘടന അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മളെല്ലാം ഒന്നാണ്. പാമ്പിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അവരെല്ലാവരെയും ആരെ കിട്ടിയാലും ആരെ ചവിട്ടിയാലും കടിക്കുന്നു. അവരുടെ മനം കൊണ്ട് രക്ഷപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും ജാതിയുടെ മതത്തിൻ്റെ പേരിലൊന്നും അല്ല, രാഷ്ട്രീയത്തിൻ്റെ പേരിലൊന്നുമല്ല. അതുപോലെ ഒറ്റക്കെട്ടായി ഒരു സംരംഭം വന്നാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. പാമ്പിന് ഷെൽട്ടർ ചെയ്യാം, പാമ്പിന് വേണ്ടി റിസർച്ച് സെൻ്റർ ഉണ്ടാക്കുക. മറ്റ് രാജ്യങ്ങൾ പോലെ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലമേ ഉള്ളൂ, ചെന്നൈയിൽ സൊസൈറ്റി മാത്രം. അവിടെ നിന്ന് മാത്രം വില മിൽക്ക് ചെയ്യുന്നത്. അത് ഇപ്പോൾ നമുക്ക് 14 ജില്ലയിലും അതാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ അണലിയുടെ വനത്തിൻ്റെ പ്രോട്ടീൻ ആയിരിക്കത്തില്ല തമിഴ്നാട്ടിൽ നിന്ന് പിടിക്കാം. അപ്പോൾ നമുക്ക് അവിടുത്തെ വനം ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ ഡെത്തിന് സാധ്യത കൂടുകയാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും ഇതൊക്കെ നമുക്ക് ഒരു പഠന വിഷയമായി. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ച പോലെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ ചെറുപ്പത്തിലുള്ളൊരു ആഗ്രഹമായിരുന്നു പാഠപുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് ഉൾപ്പെടുത്തുക. പാമ്പിൻ്റെ വനത്തിനെക്കുറിച്ച്, പാമ്പിൻ്റെ എന്താ പറയുക, വനത്തിൻ്റെ പ്രത്യേകതകൾ, കടിയേറ്റാൽ എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. അല്ല ചുമ്മാ ആവശ്യമില്ലാത്ത പണ്ട് സമരം ചെയ്ത ആളിൻ്റെ കാര്യമൊന്നും വെച്ച് കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യം. നമുക്ക് നാളെ ജീവിക്കണ്ടേ, അടുത്ത തലമുറ ഉണ്ടാവണ്ടേ. അപ്പോൾ അവർക്ക് പാമ്പിൻ്റെ വളരെ പാമ്പ് അറിയില്ല, പാമ്പ് നമുക്ക് എന്തൊക്കെ ഉപകാരം ചെയ്യുന്നു, പാമ്പിൻ്റെ വനം കൊണ്ട് എന്താ ചെയ്യുന്നത്, വനത്തിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, 90% പ്രോട്ടീൻ ഉണ്ട്, അല്ല ആ പ്രോട്ടീൻ കൊണ്ട് നമുക്ക് പാമ്പിൻ്റെ അടിച്ചാൽ കൊടുക്കുന്ന മരുന്ന് ഉൾപ്പെടെ, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ വേദന സംഭാരം ഉൾപ്പെടെ അങ്ങനെ എത്ര മരുന്നുകൾ നമ്മൾ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽസ് ഇടുന്നതിൽ കുറേയൊക്കെ ആൾക്കാർക്ക് ഭയം മാറും. കുട്ടികൾ പാഠ്യത്തിൽ അയക്കുന്ന പട്ടിക്കാരെ കുട്ടികൾക്കറിയാം ആ പാമ്പുടിയുടെ ഫസ്റ്റ് എയ്ഡ് എന്താണ് ചെയ്യേണ്ടത്. പദ്ധതിയിൽ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഒരു ചാനലിൽ വന്നിട്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറേ റേഡിയോ ഇതിൽ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കുട്ടികൾ മറന്നു. പാഠ്യപദ്ധതി നമ്മൾ കൊച്ചിലെ പഠിക്കുന്നത് കൃത്യമായിട്ട് അവരുടെ മെമ്മറിയിലുണ്ടാവും. അവരുടെ എത്ര കാലം ഉണ്ട് അവരുടെ ഓർമ്മയില്ല. അത് പാഠ്യപദ്ധതിയിൽ അത് ഉൾപ്പെടുത്തണം. എങ്കിൽ ഇതിൽ കുറേ മാറ്റം ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് താഴ്മയായിട്ട് അധികാരികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ പാമ്പിനെ കാണുന്നുണ്ട്. പാമ്പിനെ കുഞ്ഞുങ്ങളെ കൂടെ കാണുന്നു, അല്ലെങ്കിൽ പാമ്പ് മറ്റേ ഫ്രിഡ്ജിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വാർത്തകൾ വരുന്നുണ്ട്.
ഇതിന്റെയൊക്കെ സത്യത എത്രത്തോളം ഉണ്ട്? നിങ്ങൾ ചോദിച്ച നല്ല ചോദ്യമാണ്. കാരണം പല ആൾക്കാരും ഇപ്പോൾ ഈ ഒരു കളി സംഭവിച്ച ഇപ്പോൾ 2-3 കുറച്ച് വീഡിയോകൾ എനിക്ക് കാണാൻ പറ്റും. വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റിയ സമയത്ത് ഫ്രിഡ്ജിനകത്ത്, അതായത് നല്ല തണുത്ത് എന്താ പറയുക, ഒരു വെള്ളം ഐസായി കട്ടിയായി പോകുന്ന ഫ്രിഡ്ജിനകത്ത് പാമ്പ് കയറിയിരുന്നു എന്നൊരു വീഡിയോ. എന്ത് പൊട്ടത്തരാണെന്ന് അറിയാം. ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അതിനെ വെച്ച് കളിക്കുന്നത്, അതിനെ ഫ്രിഡ്ജ് തുറന്നു വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് മൂർഖൻ്റെ കുഞ്ഞിനെ കൊണ്ട് വെച്ചെടുത്തൊരു വീഡിയോ ആണ് എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കാണാൻ പറ്റും. ഇപ്പോൾ പിന്നെ മെത്തയിൽ പാമ്പ് കയറുന്നതിന് മെത്തയിൽ പാമ്പിനെ കൊണ്ട് വെച്ചുള്ള വീഡിയോ ആണ് എനിക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കുറേ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് വീഡിയോ എടുത്തിട്ട് ആൾക്കാരുടെ വീഡിയോയിൽ ലൈക്ക് അടിച്ച് അല്ലെങ്കിൽ വീഡിയോയിൽ ഷെയർ ചെയ്ത് പൈസ അക്കൗണ്ടിൽ പൈസ വരാൻ വേണ്ടി ഒരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ, ദുഷ്പ്രചരണം നടത്തുന്ന ആൾക്കാരുടെ പേരിൽ നടപടി ഉണ്ടാവണം. അതുണ്ടായില്ലെങ്കിൽ ജനങ്ങൾ ഭീതിയിലേക്ക് പോകും. ഇപ്പോൾ ഭീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാ കേരളത്തിലെ മലയാളികളെല്ലാം ഭീതിയാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഡെയിലി ഇപ്പോൾ ഞാൻ നിങ്ങൾ തമ്മിൽ എൻ്റെ മൊബൈൽ സൈലൻ്റ് ആക്കി മാറ്റിയിട്ടേക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്ക് വന്നത് 100 കോളം. എനിക്ക് പിന്നെ അമ്മമാരും അപ്പന്മാരും വിളിച്ചിട്ട്, അയ്യോ പാമ്പ് സുരേഷ് എന്ത് ചെയ്യണം, പാമ്പ് എൻ്റെ അവിടെ കടിക്കുന്നു, ഇവിടെ കടിക്കുന്നു, അപ്പുറത്ത് കടിക്കുന്നു, ഇവിടെ മരിക്കുന്നു, അവിടെ മരിക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തിൽ മാത്രമല്ല നാട്ടിൽ മക്കളുള്ള അമ്മമാർ, വിദേശത്ത് നേഴ്സുമാരുണ്ട്, അവരൊക്കെ ഫോണിൽ വിളിക്കുന്നുണ്ട്, എന്താ സുരേഷ് ചെയ്യേണ്ടത്, എന്താണ് അവസ്ഥ, കേരളത്തിലെ അവസ്ഥ. അപ്പോൾ ഞാനിവിടെ ധൈര്യം പറഞ്ഞു, പേടിക്കേണ്ട, ധൈര്യമായിട്ടില്ല, ഒരൊന്നുമില്ല, ഇതൊക്കെ കുറച്ച് വാർത്ത കുറച്ച് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന്, പേടിക്കേണ്ടതെന്ന് നമുക്ക് ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്താ പറയുക, ഈ അനാവശ്യമായിട്ടുള്ള പ്രചരണം നിങ്ങൾ ഒഴിവാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ബൈക്കിനിടെ ചേര വന്നിട്ട് മൂർഖൻ പാമ്പിൻ്റെ കടിയിൽ നിന്ന് കുട്ടി അത്യപൂർവമായി രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ. അതൊക്കെയല്ലേ നിങ്ങൾ ബോധം വേണ്ടത്? നിങ്ങൾ അറിയാവുന്ന ആർക്കും വിളിച്ച് ചോദിച്ചിട്ടല്ലേ ഇതൊക്കെ കൊടുക്കേണ്ടത്? അങ്ങനെ സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്, അങ്ങനെ സാധനങ്ങൾ ഒഴിവാക്കണം. പിന്നെ അനാവശ്യമായിട്ട് ഇപ്പോൾ ഈ മെത്തയിൽ അവിടെ ഇവിടെ കൊണ്ട് വീഡിയോ എടുത്തിട്ട് ആളുകളെ പ്രചരിപ്പിക്കുന്നത് നിർത്തണം. വീടിൻ്റെ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചിട്ട് പാമ്പിൻ്റെ വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കണം നടത്തണം. കഴിവിൻ്റെ പരമാവധി നിങ്ങളിതിനെ എന്താ പറയുക, ദുഷ്പ്രചരണങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ പേടി മാറ്റം. എൻ്റെ ലക്ഷ്യം അതാണ്. ഞാൻ ആൾക്കാരെ പേടിയില്ല, ഇങ്ങനെ വേണം, എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ ആൾക്കാരുടെ പേടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നു, നേരത്തെ അങ്ങനെ തന്നെ ചെയ്യുന്നു, ഇപ്പോഴും ഇനിയും അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി അവസാനം എത്ര നാളുണ്ടെന്നൊന്നും എനിക്കറിയില്ല, എത്ര ദിവസം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അവസാന നിമിഷം വരെയും ഞാൻ നിൽക്കുന്ന മേലിൽ പാമ്പിനെ കൊണ്ട് ആൾക്കാർ ഭയപ്പെടുന്ന അവർക്ക് ധൈര്യം കൊടുത്ത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്. പേടിക്കേണ്ട കാര്യമില്ലെന്ന് വീണ്ടും ഞാൻ പറയുന്നു. ഭയമല്ല വേണ്ടത്, മുൻകരുതൽ മാത്രമാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ആവശ്യം. ഈ കാർബോളിക് ആസിഡ് അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയൊക്കെ വിതറി കഴിഞ്ഞാൽ പാമ്പ് വരില്ല, അതിൻ്റെയൊക്കെ എത്രത്തോളം സത്യാവസ്ഥ? നല്ല ചോദ്യമാണ്. മഞ്ഞപ്പൊടി, സത്യം പറഞ്ഞാൽ മഞ്ഞപ്പൊടിയൊന്നും ആരും വിതറുന്നില്ല. മഞ്ഞപ്പൊടിയൊക്കെ വിതറുന്നത് നമ്മുടെ അമ്പലങ്ങളിൽ ഹൈന്ദവ ആചാരപ്രകാരം നാഗവിഗ്രഹങ്ങളിൽ മഞ്ഞപ്പൊടി അഭിഷേകം ചെയ്യുന്ന കണ്ടിട്ടാണ് ചില ആൾക്കാർ വിചാരിക്കുന്നത് മഞ്ഞപ്പൊടി ഇട്ടാൽ പാമ്പ് വരത്തില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ മഞ്ഞപ്പൊടിയും പാമ്പോട്ടെന്നുള്ള യാതൊരു ബന്ധമില്ല. പിന്നെ നമ്മൾ പല സ്ഥലത്തും കാണുന്നത് ഈ നമ്മൾ വെളുത്തുള്ളി എന്ന് പറഞ്ഞ സാധനം, വെളുത്തുള്ളി എന്ന് പറഞ്ഞ സാധനം കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നതാണ്. സാധാരണ വെളുത്തുള്ളി നല്ലതാണ്, പക്ഷേ പാമ്പ് വരാതിരിക്കാനല്ല. രാത്രി എന്തെങ്കിലും വയറ്റിന് പിടിക്കാത്ത കഴിച്ചിട്ട് കിടന്ന് 2 കഷ്ണം കഴിച്ചിട്ട് രാത്രി വയറ്റിലെ ഗ്യാസൊക്കെ പോയി കിട്ടും. പാമ്പോട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വർഷത്തെ യാത്രക്കിടയിൽ 14 വയസ്സിൽ 14 വയസ്സിൽ തുടങ്ങിയ യാത്ര പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് 35 വർഷത്തിന് മേളിലാവുന്നു. കൃത്യമായിട്ട് വർഷമൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും 25 വർഷത്തിന് മേളിൽ എന്തായാലും ആയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പല ആൾക്കാരും പാമ്പിനെ കണ്ട് പേടിച്ച് വിളിക്കുമ്പോൾ ഞാൻ പറയുന്ന എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ പാമ്പിനെ കൊണ്ട് വെച്ചിട്ട് ഞാൻ പരീക്ഷിച്ചൊരു കാര്യമാണ്. എന്താണെന്ന് അറിയാം, ഒരു പാമ്പിനെ ഒരു റൂമിനകത്ത് വിട്ടിട്ട് ഒരു സൈഡിൽ ഡോറിൻ്റെ അവിടെ കൊണ്ട് ലേശം മണ്ണെണ്ണ സ്പ്രേ ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ളവർ ചോദിച്ചു, എന്നിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കും, എന്നിട്ട് കുറച്ച് മണ്ണെണ്ണ സ്പ്രേ ചെയ്യും. അപ്പോൾ പാമ്പ് പ്രത്യേകിച്ച് എഴഞ്ഞ് വന്നിട്ട് അതിൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് ഞാൻ മാറി. അപ്പോൾ എണീറ്റ് നിന്നിട്ട് അതിലേക്ക് ഇങ്ങനെ തൊടാതെ ഇങ്ങനെ വൈബ്രേറ്റ്, അത് പെട്ടെന്ന് ഇങ്ങനെ മടങ്ങി പോകുന്നിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പാമ്പ് വരാതിരിക്കാണ്ട് നിങ്ങൾ എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന സാധനങ്ങളൊന്നും വാങ്ങിച്ച് വെട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. 1-2 മരുന്നുകൾ മാത്രമേ അറിയാലോ. നമുക്ക് പാമ്പുകൾ മൂക്കുകൊണ്ട് മണമെടുക്കുന്ന ജീവിയല്ല. പാമ്പുകൾ ഒരു മൂക്കുകൊണ്ട് ഉപയോഗിക്കുന്ന മൂക്കുകൊണ്ട് ശ്വസിക്കാൻ, വായു കൂടെയും മൂക്കൂടെ ഒരുമിച്ച് ബ്രീത്ത് ചെയ്ത് പുറത്തേക്ക് വിടുന്ന ജീവിയാണ് പാമ്പുകൾ. അപ്പോൾ പാമ്പുകളുടെ ജേക്കബ് ഓർഗൻ, സെൻസിങ് ഓർഗനിലേക്ക് മെസ്സേജ് കൊടുക്കുന്നത് ടങ്ക് അഥവാ നാക്കാണ്. അതിനാണ് നാക്കിങ്ങനെ പുറത്തേക്ക് തട്ടി സഞ്ചരിക്കുന്നത്. അപ്പോൾ അവൻ കൂടുതലും സഞ്ചരിക്കുന്നത്, അവർ സഞ്ചരിച്ച് പോകുമ്പോൾ അടുത്തങ്ങനെ വെള്ളത്തിൻ്റെ അംശം നാക്കിലേക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അവൻ്റെ ഫുഡായ എലിയുടെയോ മറ്റ് ജീവികളുടെയോ യൂറിൻ്റെയോ മോഷൻ്റെയോ ഗന്ധം നാവ് കൊണ്ട് സെൻസ് ചെയ്യുന്ന അവൻ മാളത്തിൽ വന്ന് ഇറങ്ങുന്നത്. അല്ലാതെ 50 അടി അപ്പുറത്തിരിക്കുന്ന പാമ്പിന് 50 അടി ഇപ്പുറത്തിരിക്കുന്ന എലി മണിക്കൂട്ടൻ എലി അവിടെ ഇരിക്കണം എന്നും പറയുന്ന എലി വന്ന് മാളത്തിൽ നിന്ന് ഇറങ്ങാൻ പാമ്പുകൾക്ക് കഴിയില്ല. എലി സഞ്ചരിക്കുന്ന താരയിൽ കൂടെ നാക്കുകൊണ്ട് സെൻസ് ചെയ്ത് ആ മാളത്തിൽ വരുമ്പോൾ നിങ്ങളുടെ മണ്ണെണ്ണയോ ഡീസലോ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളം നനച്ചിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അവന് ഈ ഭക്ഷണത്തെ സെൻസ് ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് മണ്ണെണ്ണയോ ഡീസലോ അവന് പെട്ടെന്ന് ആസിഡ് പവർ സാധനം അവൻ നാക്കിലേക്ക് പെട്ടെന്ന് വൈബ്രേറ്റ് പെട്ടെന്ന് മടങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദേഹത്തൊഴിച്ചാൽ പാമ്പുകൾക്ക് മരണ സമയം. ഇപ്പോൾ ഞാൻ ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ നാലാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ പാമ്പിനെ കണ്ടിട്ട് രാത്രി എന്നെ വിളിച്ച്. ഞാൻ നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ ഒരു പേടിച്ച് വിളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയി. ചെന്ന സമയത്ത് മാളത്തിലേക്ക് നോക്കി പാമ്പിരിപ്പുണ്ട്. ഞാൻ മാളം വെട്ടിയൊക്കെ പാമ്പിന് അനക്കമൊന്നുമില്ല. ഒരു 5 ലിറ്റർ മണ്ണെണ്ണ ഉണ്ട്, അത്താൻ കൂടി എല്ലാം കൂടി ഈ മാളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് മരിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. ഒരിക്കലും പാമ്പിൻ്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിക്കരുത്. പാമ്പ് ഭീകരതയുള്ള ജീവിയൊന്നുമല്ല. നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ മനുഷ്യന് ചെയ്യുന്നു. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്ന് നമുക്ക് നൽകുന്ന ഒരു ജീവിയാണ് നമ്മുടെ നാട്ടിലെ പാമ്പുകൾ. അപ്പോൾ മറന്നു പോകാതിരിക്കുക, ഭീകരതയോട് കാണാതിരിക്കുക. നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ നഷ്ടമുള്ളൂ. ചെറിയെങ്കിലായിരുന്നാലും
തൃശ്ശൂരിൽ നിന്നായിരുന്നാലും ഒക്കെ മരണപ്പെട്ടവർക്ക് മാത്രമേ നഷ്ടമുള്ളൂ. അച്ഛനും അമ്മയ്ക്ക് വന്ന നഷ്ടം ഭൂമിക്ക് ആർക്കും വരാൻ പോകുന്നില്ല. പിന്നെ ഇദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ വിട്ടുപോയത് ഒരു കാര്യമാണ്. നമ്മൾ വീട്ടിനകത്ത് പാമ്പ് വരുന്ന ഒരു കാര്യം ഇദ്ദേഹം ചോദിച്ചു, കുഞ്ഞുങ്ങളെ കണ്ടതായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ ശങ്കുവരൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ സാധ്യത എനിക്ക് തോന്നുന്നത് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ആ വീട്ടിൻ്റെ ബേസിനകത്ത്, അല്ല ദൂരെ നിന്ന് ശങ്കുവരൻ പാമ്പിളിങ്ങനെ ടീമായിട്ട് ബിജുക്കുട്ടൻ്റെ വീട്ടിൽ ബിരിയാണി ഇരിക്കുന്നത് കഴിച്ചിട്ട് വരാമെന്ന്, അല്ലെങ്കിൽ അവിടെ തീറ്റണമെന്ന് പറഞ്ഞ് ഒരിക്കലും വരത്തില്ല. ആ വീട്ടിൻ്റെ 4 ചുറ്റോളം ഏതോ ആ വീട്ടിൻ്റെ ബേസ്മെൻറ്റിനകത്ത് എവിടെയോ ഹോളുണ്ടായിരുന്നു. ആ ഹോളിനകത്ത് ശങ്കുവരൻ മുട്ടയിട്ട് അവിടെ നിന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് അവിടെ പുറത്തേക്ക് വന്നത്. അത് തീരെ ചെറിയ കുഞ്ഞല്ല, ഇത്തിരി ഒരു അഡൽട്ടായ എനിക്ക് തോന്നുന്നൊരു തീരെ അന്നോ തലയോസോ ഒന്നും വിരിഞ്ഞ കുഞ്ഞ്, അങ്ങനെയൊന്നും ചെള്ള ശങ്കുവരൻ പാമ്പിനെ കടിയേറ്റിട്ട് മരണം സംഭവിക്കുകയില്ല. ഇത് എനിക്ക് തോന്നുന്നൊരു 3-4 കുറച്ച് നാൾ പ്രായമുള്ള, കുറച്ച് ദിവസം പഴക്കമുള്ള കുഞ്ഞുങ്ങളാണ്. അത് കൃത്യമായിട്ട് ഞാൻ കണ്ടില്ല. അത് കണ്ടാൽ മാത്രമേ നമുക്ക് എൻ്റെ പ്രായം പറയാൻ പറ്റൂ. എന്തായാലും ഒരു 6 മാസത്തിന് മേളിലെങ്കിലും പ്രായം ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനകത്ത് ആ 6 മാസം വരെ അതിനകത്ത് ഇരുന്നത് ഇവരുടെ ഫുഡ് എന്താണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ശങ്കുവരൻ പാമ്പിൻ്റെ ഫുഡ് ഏതാണ്? ശങ്കുവരൻ പാമ്പിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞാൽ ചുവർ പാമ്പുകളാണ്. ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന, ചുരുട്ടാന്നറിയപ്പെടുന്ന, അതിയെ പിടിക്കാൻ പല്ലിയെ പിടിക്കാറുണ്ട്. പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവന് ആ മാളത്തിൽ കിട്ടിക്കാണും. അതാണ് ഇവൻ. ഇപ്പോൾ അറിയാം, നമുക്ക് ഇന്ന് കഴിച്ചിട്ട് നാളെയും പാമ്പുകൾക്ക് ഫുഡ് വേണ്ട. 2 ആഴ്ച 3 ആഴ്ചയിലൊരിക്കൽ അവർക്ക് ഫുഡ് വേണം. അപ്പോൾ ഒരു നല്ല ചുരുട്ടെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 2 ആഴ്ച ഫുഡ് വേണം. അങ്ങനെ അതിനകത്ത് സുഭിക്ഷമായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഫുഡ് കിട്ടാതെ വന്നപ്പോൾ പുറത്തേക്ക് വന്നു. അപ്പോൾ പിന്നെ ഒരെണ്ണം വന്ന് കടിച്ച സമയത്ത് പിന്നെ അടുത്ത ആൾക്കാർ അവിടെ ഡിസ്റ്റർബ് ആയപ്പോൾ വീണ്ടും അടുത്ത കുഞ്ഞിനെയും കിട്ടി. പിന്നെ അവിടെ പറമ്പൊക്കെ വൃത്തിയാക്കിയപ്പോൾ വീണ്ടും അടുത്ത കുഞ്ഞിനെയും കിട്ടി. പിന്നെ അങ്ങനെ അവിടെ വിരിഞ്ഞുകൊണ്ടുള്ള ആ കുഞ്ഞുങ്ങൾ അവിടെ കിട്ടി. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ഒരു പാമ്പിനെ കിട്ടി, ഒരു 5 ശങ്കുവരൻ പാമ്പിൻ്റെ കുഞ്ഞിനൊക്കെ 5 ശങ്കുവരനെ കിട്ടി. അവർ ആ വീടിൻ്റെ ഓണർ തന്നെ ഇന്നലെ രാത്രി ഒരു 12:30-1 മണിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര ഭീതിയിലാണ്. അപ്പോൾ ഞാൻ അവർക്ക് ധൈര്യം കൊടുത്തു, അത് ഇന്നതുപോലെ വരാൻ സാധ്യതയുണ്ട്. വീടിൻ്റെ അടുത്തൊക്കെ മാളങ്ങളുണ്ട്. അപ്പോൾ മാളം ഞാൻ പറഞ്ഞു ബേസ്മെൻ്റ് അടിയിൽ ചെറിയ ഹോൾ കാണും. അത് ചെറിയ ഹോളായിരിക്കും, വലിയ ഹോളല്ല, പാമ്പിന് ഇറങ്ങി വരാൻ മാത്രമുള്ള ഹോളായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരിന്ന് നോക്കാമെന്ന് പറഞ്ഞു. നോക്കിയിട്ട് നമ്മൾ 4 ചുറ്റും നന്നായിട്ട് വെള്ളം ഔസൂച്ച് പമ്പ് ചെയ്ത് നന്നായിട്ട് മണ്ണെണ്ണ സ്പ്രേ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെ വിരിഞ്ഞാൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾക്ക് ശങ്കുവരനെ പോലുള്ള പാമ്പ്, ശങ്കുവരൻ പാമ്പ് പ്രത്യേകം എന്താണ്, പകൽ സഞ്ചാരിയല്ല. പകൽ കൂടുതൽ ഇതിനെ കിട്ടുന്ന കിണറ്റിനകത്ത് നിന്നാണ് കിട്ടുന്നത്. അല്ല സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴിക്കകത്ത് അങ്ങനെയൊക്കെ പെട്ട് കിട്ടുന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് രാത്രി ഒന്നാണ് ഈ മോനെ കടിക്കാൻ എന്താ കാര്യം, എന്തായിരുന്നു സാഹചര്യം? ഇവർ താഴെയാണ് കിടന്നത്. വേനൽ കൂടുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്നത് എന്താണ്, എല്ലാവരും ചൂട് കട്ടിലൊന്നും കിടക്കത്തില്ല, മെത്തയോ ബെഡ്ഷീറ്റോ തറയിലും കിടക്കും. ഒരു കാരണവശാലും വേനൽ സമയത്ത് പായ് വിരിച്ചോ ബെഡ്ഷീറ്റ് ഇട്ടോ മെത്ത വിരിച്ചോ കിടക്കരുത്. അതൊരു ചവരോട് ചേർന്ന് കിടക്കരുത്. വീടിനകത്ത് നിങ്ങൾ കിടക്കുന്ന സമയത്തിന് നിങ്ങൾ ജനലിലൂടെ കിടക്കുമ്പോൾ നിർബന്ധമായിട്ട് ജനലിൻ്റെ അവിടെയുള്ള കട്ടിലുണ്ടെങ്കിൽ, കിടക്കുന്ന കട്ടിൽ ഒരു 10 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് ഇട്ടിടുക. വീടിൻ്റെ തലമാരകൾ എപ്പോഴും ചുവരോട് ചേർത്ത് വെക്കാറിയ ഗ്യാപ്പ് ഇട്ട്, കാരണം ചേർത്ത് വയ്ക്കുമ്പോൾ അതിനിടയിലൊക്കെ എഴുതിന്തുക്കൾ വന്ന് ഇരിക്കാൻ പറ്റും. നമ്മൾ അറിയുകയില്ല, നമ്മളിതുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ രാത്രി ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് കിടന്നുറങ്ങി ചിലപ്പോൾ ഇടയ്ക്കൊന്ന് യൂറിൻ പാസ് ചെയ്യേണ്ടി വന്ന് ചിലപ്പോൾ അഴിച്ച് ലൈറ്റ് ഇടാതെ കാല് താഴേക്ക് വയ്ക്കുമ്പോൾ ഇപ്പം പുറത്തേക്ക് പോകാൻ നോക്കണം. അപ്പോൾ നമ്മൾ അറിയാതെ കാലതിൻ്റെ പുറത്തേക്കും കടിയിട്ട്. ഇപ്പോൾ ഈ തൃശ്ശൂർ മോൻ മരിച്ച് എങ്ങനെയാണ്, മോൻ ചിലപ്പോൾ കട്ടിൽ തലങ്ങളുടെ അടിയിൽ ഇരുന്നു. അപ്പോൾ ചിലപ്പോൾ അറിയാതെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കൈ എടുത്തിടുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത സമയത്തായിരിക്കും വേദനിച്ചിട്ടായിരിക്കും കടിച്ചത്. മോൻ അറിയാത്തത് അതുകൊണ്ട്. പിന്നെ ശങ്കുവരൻ കടിച്ചാൽ വളരെ ഷാർപ്പായിട്ടുള്ള പല്ലാണ്, വളരെ ചെറിയ പല്ലാണ്, സ്കിന്ന് തുളയ്ക്കാനുള്ള കഴിവുകൾക്ക് അവനുള്ളൂ. അപ്പോൾ നല്ല മുറിവുണ്ടാകുന്ന, എന്തെങ്കിലും ബ്ലഡ് വരത്തില്ല. വളരെ നല്ല വെളുത്ത ശരീരമൊക്കെ ആണെങ്കിൽ മാത്രമേ അതിന് ചിലപ്പോൾ ആ ഡോട്ട് ചുവന്ന പാടം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സാധനം എൻ്റെ ശരീരത്തിൽ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അപ്പോൾ കടിച്ചാൽ അറിയാൻ പറ്റാത്തതുകൊണ്ടും അത് എത്രയും പെട്ടെന്ന് ഗ്യാസിൻ്റെ പ്രവണത പോലെ അവൻ്റെ ബനം ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ടുമാണ് ഇതിന് തലച്ചോറിലേക്ക് പോകുന്നത്. നമുക്ക് ഉറക്കത്തിലാണെങ്കിൽ തലച്ചോറ് മന്ദീഭവിക്കുന്ന സമയത്തൊക്കെ മറ്റ് സിംറ്റംസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ പാമ്പുകളുടെ പ്രജനനം ചൂടുകാലത്താണോ? അല്ല, നല്ല ചോദ്യമാണ്. പാമ്പിൻ്റെ ഇണചേരൽ എന്ന് പറയുന്നത് മൂർഖൻ്റെയും അണലിയുടെ ഇണചേരൽ നവംബർ തുടക്കത്തിൽ, ചില സമയത്ത് നവംബർ മുൻകാലങ്ങളിൽ കാലാവസ്ഥയ്ക്ക് വരെ നവംബർ പകുതിയിലേക്കായിരുന്നു എൻ്റെ ആദ്യകാലത്തിലൊക്കെ എനിക്ക് ഇണചേർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നവംബർ തുടക്കത്തിന് മുന്നേ മൂർഖൻ്റെ ഇണചേരൽ കിട്ടുന്നുണ്ട്, അണലിയുടെ ഇണചേരൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നവംബർ, ഡിസംബർ, ജനുവരി പകുതി തീരാറാവുന്നവരെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ അണലികളും ഇണചേർന്ന് കഴിയും, എല്ലാ മൂർഖന്മാരും ഇണചേർന്ന് കഴിയും. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഇണചേർന്ന അതിഥിയിൽ പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല. അവർ ആ ഒരു സ്ഥലം കണ്ടെത്തി, ഏതെങ്കിലും ഒരു മാളമോ തണുപ്പൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു മാളത്തിൽ വന്നെങ്കിൽ ഇരിക്കുന്നു, അവിടെ നിന്ന് ദൂരെ സഞ്ചരിക്കാറില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു 55-60 ദിവസം അത് മുട്ടയിടുന്നു. ആ 60 ദിവസം കഴിഞ്ഞ് പിന്നെ അടുത്ത് 55 മുതൽ 60 ദിവസത്തേക്ക് മുട്ട വിരിയാനായിട്ട്. അപ്പോൾ ആ ഒരു 120 ദിവസം അവർ ആ ലൊക്കേഷൻ തന്നെ ഉണ്ടാവുന്നു. പിന്നെ ഈ മുട്ടയിട്ട പാമ്പുകൾ ഈ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ല ടയർഡായിരിക്കും. ടയർഡാവുന്ന സമയത്ത് അവർക്ക് അവിടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഫുഡിന് അധികം അവർ സഞ്ചരിക്കാറില്ല. അടുത്തൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്ന പ്രവണത ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ദൂരോട്ട് ഭക്ഷണം തേടി പോകുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന സമയത്ത് നല്ല ടയർഡായിരിക്കും. അപ്പോൾ പിന്നെ മുട്ടയ്ക്കകത്ത് കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവർ സ്വയം കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന സംവിധാനമൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക, പാൽ കൊടുക്കുന്ന സമയമല്ല. അപ്പോൾ അവരുടെ വഴിക്ക് സഞ്ചരിക്കുന്നു, അവരുടെ വഴിക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ മാർച്ച് ഏപ്രിലൊക്കെ ആവുന്ന സമയത്ത് മുട്ട വിരിഞ്ഞ് തുടങ്ങും. ഏപ്രിലൊക്കെ തുടങ്ങുന്ന സമയത്ത് അണലി പ്രസവിച്ച് തുടങ്ങും. ഏപ്രിൽ മെയ് ഇപ്പോൾ അടുത്ത മാസം കൊണ്ട് അണലിയുടെ പ്രസവം എല്ലാം പകുതിയൊക്കെ ആകുമ്പോൾ എല്ലാ പ്രസവവും കഴിയും. മുറുക്കന്മാരുടെ മുട്ട ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം തുടക്കമൊക്കെ ആകുമ്പോൾ മുട്ട വിരിഞ്ഞ് കഴിയും. അപ്പോൾ ഈ സമയത്തൊക്കെ
ഈ കുഞ്ഞുങ്ങൾ 4 വഴിക്കും സ്പ്ലിറ്റ് അല്ലെങ്കിൽ അവർ യഥേഷ്ടം സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പാമ്പ് വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അനിവാര്യമായിട്ട് ചെയ്യേണ്ടത്, ഇന്നലെ ഞാനൊരു വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോയി ചെന്ന സമയത്ത് ചുവരിലൊക്കെ ഇങ്ങനെ വള്ളിപ്പടർപ്പുകൾ പടർത്തി വിട്ടിരുന്നു. അതിനിടയ്ക്ക് ചേരയായിരുന്നു, എന്നാലും അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ വീട്ടിനകത്ത് നമ്മൾ ചെടിയെ സ്നേഹിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചെടിയെ സ്നേഹിക്കുന്നവർ കഴിഞ്ഞ പറയുന്നത് ചെടിച്ചട്ടികൾ കൂട്ടി കൂട്ടി അടുപ്പിച്ച് വെക്കാതിരിക്കുക, നല്ല ഗ്യാപ്പ് ഇട്ട് ഒരടിയെങ്കിലും ഗ്യാപ്പ് ഇട്ട് വെക്കുക. അതിൽ പടർന്ന് താഴേക്ക് കിടക്കുന്ന ചെടികളുടെ ഇല കട്ട് ചെയ്ത് വിടാൻ നിങ്ങൾക്ക് മഴ ഈ സമയത്തൊക്കെ കട്ട് ചെയ്ത് വിടാൻ നിങ്ങൾക്ക് കഴിയണം. അതിലുപരി നിങ്ങൾ ചെടിച്ചട്ടി വെക്കുമ്പോൾ വെക്കേണ്ടെന്നും ഞാൻ പറഞ്ഞു, ചെടിച്ചട്ടിയുടെ അടിയിൽ ഇഷ്ടിക അടുക്കി വെക്കരുത്, ഇൻ്റർലോക്ക് അടുക്കി വെക്കരുത്. സിമൻറ്റ് കട്ട വെക്കുമ്പോൾ അതിനകത്ത് അടിയിൽ ഹോളുണ്ട്, അതിനകത്ത് തവള ഇരിക്കും. തവളയെ പിടിക്കാൻ വരുന്ന പാമ്പിന് ചിലപ്പോൾ ഒരു തവളയെ കിട്ടി കാണും, അത് അതിൻ്റെ തൊട്ടടുത്ത മളത്തിലായിരിക്കും ആ തവളയെ പിടിച്ചിട്ടിരിക്കുന്നത്. അടുത്ത ഒരാഴ്ച വീണ്ടും അടുത്ത് വേണം, തൊട്ടടുത്ത് അവിടെ ഉണ്ട്. അപ്പോൾ ഇത് 2-3 ആഴ്ചകൾ ഇവിടെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അമ്മമാർ ചെടിയെ സ്നേഹിക്കുന്നവർ വെള്ളമൊക്കെ ഒഴിക്കാൻ വരുമ്പോൾ കടികിട്ടാൻ സാധ്യത, അങ്ങനെ കടികിട്ടുന്ന ഒരുപാട് കേസുകളുണ്ട്. അതൊന്നും സീരിയസ് അല്ലാത്തതുകൊണ്ട് വാർത്തകൾ വരാത്തത്. അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ ചെടിയെ സ്നേഹിക്കുന്ന അമ്മമാരുടെ ഈ റോസയൊക്കെ സായാഹ്നങ്ങളിൽ റോസയ്ക്കൊക്കെ വെള്ളം നനയ്ക്കുന്ന സമയത്ത് കൈ കൊണ്ടൊന്നും ഇങ്ങനെ തടവി നോക്കരുത്. കാരണം പാമ്പ് മുട്ട പ്രസവിക്കുന്ന അണലിയൊക്കെ ഇങ്ങനെ മേളിലേക്ക് കയറി വള്ളിയിലൊക്കെ ഇരിക്കും, നമ്മൾ അതിനെ തടവുമ്പോൾ കടി കിട്ടും. അപ്പോൾ നിങ്ങൾ റോസയിലായിരിക്കും തടയുന്നത്, അപ്പോൾ റോസമുള്ളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. രാത്രിയാകുമ്പോൾ നീര് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമ്പോഴേ അറിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ജീവൻ രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ നാട്ടിലിപ്പോൾ തെരുവ് നായ്ക്കളെ സ്നേഹിക്കുന്ന നായ്ക്കൾ നമുക്കൊരു ഉപകാരം തന്നെയാണ്. ഇല്ലെന്ന് പറഞ്ഞാൽ ആൾക്കാരെ കടിക്കുന്നുണ്ട്, അതൊരു മറുവശം തന്നെയാണ്, അതും ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നായ്ക്കൾക്ക് വെള്ളം വെച്ച് കൊടുക്കുന്ന പ്രവണതയുണ്ട്. ഒരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോ നിങ്ങളുടെ വീടിൻ്റെ പറമ്പിലോ ഒന്നും നായ്ക്കൾക്ക് വെള്ളം വെക്കാതിരിക്കുക. അടുത്ത പറമ്പ് വേറെ ഏതെങ്കിലും ദൂരോട്ട് ആളില്ലാത്ത പറമ്പിലോട്ട് വെക്കാൻ നിങ്ങൾക്ക് കഴിയണം, അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലോട്ട് വെക്കാൻ കഴിയണം. പക്ഷികൾക്ക് വെള്ളം കുടിക്കാനായിട്ട് താഴെ വെക്കരുത്, നിങ്ങൾ മതിലിൻ്റെ മേളിൽ വെക്കണം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഞാൻ ഇന്നലെ നെയ്യാറ്റിൻകര ഞാൻ എപ്പോഴും ഈ പറഞ്ഞതിന് ഞാൻ 2 ആഴ്ച കൊണ്ട് ഫുൾ ബോധവൽക്കരണത്തിലാണ്. ഞാൻ പറഞ്ഞു വീട്ടിൽ ആമ്പലോ താമരയോ വെക്കല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തൊരു വീട്ടിലൊരു പാമ്പിനെ പിടിക്കാൻ പോയ സമയത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത് 9 ബേസിൻ, 7 ബക്കറ്റ്, പിന്നെ ഒരു സ്റ്റീല് 2-3 പാത്രം, ഇതിലൊക്കെ താമരയും ആമ്പലും വളർത്തണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പാമ്പുകൾക്ക് വെള്ളം അനിവാര്യമാണ്. ചൂട് സമയത്ത് വെള്ളം കുടിക്കാണ്ട് അവരിവിടെ വരും, ഈ പരിസരത്ത് എവിടെയെങ്കിലും തങ്ങി നിൽക്കും. അന്ന് അവിടെ നിന്ന് അങ്ങനെ മുറുക്കൻ പാമ്പിനെ പിടിവിടാൻ എനിക്ക് കഴിഞ്ഞ ഒരു 5 ദിവസം പോലും ആയിട്ടില്ല. അപ്പോൾ താമര ആമ്പലൊക്കെ വെക്കുന്നതിന് ടെറസിൻ്റെ മുകളിൽ കയറ്റി വെക്കുക. അടുത്ത 2-3 മഴ പെയ്യുന്നത് വരെ ടെറസിൻ്റെ മുകളിൽ കയറ്റി വെക്കുക. പിന്നെ നമ്മൾ ഗാർഡനിൽ ഫിഷ് ടാങ്ക് ഉണ്ട്, ഫിഷ് ടാങ്ക് താഴെ വെക്കുന്നവർ ഒരു അടുത്ത 2-3 മഴ പെയ്യുന്നത് ഈ ടാങ്കിനകത്ത് കിടക്കുന്ന മീനിനെ മൊത്തം പിടികൂടിയിട്ട് ആ വെള്ളം മുഴുവനും തേക്കി കളഞ്ഞിട്ട് ആ മീനിനെ കുറച്ച് ദിവസം ഈ അടുത്ത മഴ വരെ ഒന്ന് വീടിനകത്ത് കൊണ്ട് വെക്കണം, അതൊന്ന് വെളിയിൽ വെക്കുക. അതുപോലെ ലവ് ബേഴ്സ് ഒക്കെ വളർത്തുന്നവർ ഹൈറ്റ് ചെയ്ത് വെക്കാം. ഒരു ഹിപ്പിൻ്റെ പൊക്കത്തിനെങ്കിലും നിങ്ങൾ തൂണ് നിർത്തി ആ തൂണിൻ്റെ മുകളിൽ കൂട് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീടിൻ്റെ ജനലിനോട് ചേർത്ത് വിറവ് ഒന്നും അടുക്കി വെക്കാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെ നിങ്ങൾ വാഷിംഗ് മെഷീന്, വാഷ് ബേസ്, സിങ്കൊക്കെ ഉള്ളവർ, സിങ്കൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ സിങ്ക് വാഷ് ബേസ് വയ്ക്കുന്ന വാഷിംഗ് മെഷീൻ വെക്കുമ്പോൾ വാഷിംഗ് മെഷീൻ്റെ അവിടെ തറയിൽ ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ടാവും. ആ പൈപ്പിനകത്താണ് നിങ്ങളൊരു വേസ്റ്റ് വെള്ളം ഇടുന്നത്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പ് ഇല്ലാതെ അതിനെ സീൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. കിച്ചനകത്തുള്ള സിങ്കിനകത്തൊരു വെള്ളം പോകുന്നത് അത് സീൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് ബാത്റൂമിൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്ന സമയത്ത് നിങ്ങൾ ആ വേസ്റ്റ് വെള്ളം പോകുന്നത് കുറച്ച് എന്താണല്ലോ PVC ആണ്, അപ്പോൾ തുളയ്ക്കും. അതിനകത്തൊരു ബക്കറ്റിൽ വെള്ളം പിടിച്ച് അങ്ങ് മൂടി വെക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുൻകരുതലായി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാമ്പിൽ നിന്ന് രക്ഷ നേടാം. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇതൊരു സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ഒരു സയൻറ്റിഫിക് അല്ല. സയൻറ്റിഫിക്കലായിട്ട് ഒരു ബന്ധമില്ല. സയൻറ്റിഫിക് എന്ന് പറയുന്നതിന് എന്താ പറയുക, പാമ്പിനെ കുറിച്ചൊക്കെ സയൻറ്റിഫിക് എന്ന് പറയുന്നതിന് തെറ്റായി. സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ പാമ്പിനെ പിടിക്കരുതെന്നുള്ളതാണ്, പാമ്പിനെ പിടിക്കാനേ പാടില്ല, അത് നാച്ചുറൽ ഹാബിറ്റായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പിടിക്കുന്ന ഒരിക്കലും സയൻറ്റിഫിക് എന്ന് പറയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവനാണ് സംരക്ഷിക്കാൻ ഏറ്റവും വലുത്. ഒരിക്കലും എന്താ പറയുക, കുറുക്ക് വഴികൾ, ഞൊടുക്ക് വഴികൾ, അതിനെന്താ ചെയ്യാൻ പറ്റും? നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ പിന്നിൽ അറിയാമല്ലോ, കീഴ്പ്പടികളില്ല. ഞാൻ മേശരിയായിരുന്നു, ഞാൻ 25 വർഷം മേശരി പണിയാണ്. ഏകദേശം 100ഓളം വീടുകൾക്ക് കുറ്റി നാട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. വീട് പണിയത് പാലുകാച്ചി കൊടുക്കാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ വീടിൻ്റെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ വീട്ടിൻ്റെ മുന്നിലും പിന്നിലും നിർബന്ധമായിട്ട് ഡോറിൻ്റെ താഴെ അടിപ്പടി, കീഴ്പ്പടി വെക്കണം. ഒരിക്കലും അതൊരു ഷോയല്ല, അതൊരു പ്രൊട്ടക്ഷനാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ അടിയിൽ കൂടെ ഇഴജന്തുക്കൾ അകത്തേക്ക് കയറുകയില്ല, അത് നിങ്ങൾ സൂക്ഷിക്കണം. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ചൂട് കൂടുന്ന സമയത്ത് അമ്മമാർ തോർത്തൊക്കെ എടുത്ത് വീശിയിട്ട് കതവൊക്കെ തുറന്നിട്ടിട്ട് വെളിയിൽ പോയിരിക്കുന്ന ഒരു പ്രവണത. വെളിയിൽ പോയി ചുമ്മാ ഇരിക്കത്തില്ല, മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കും. അമ്മമാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വെളിയിലിറങ്ങുമ്പോൾ അടച്ചു, ചൂടൊക്കെ എല്ലായിടത്തും ഉണ്ട്, ശരിയാണ്, സംഭവിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവനക്കാലം വലുതൊന്നും അല്ല ചൂട്. അപ്പോൾ നിങ്ങൾ കഥ തുറന്നിടാതിരിക്കുന്നത്, നിങ്ങൾ തുറന്നിരുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക, തുറന്നിട്ട് വെളിയിൽ കസരട്ടിരിക്കുക. ഒരു കാരണം തുറന്നിടുന്ന സമയത്ത് സന്ധ്യയാകുമ്പോൾ ഇഴജന്തുക്കൾ സൈഡിൽ കൂടി ചെന്ന് നമ്മുടെ അടുത്തൂടെ പോയപ്പോൾ നമ്മൾ കാണുകയില്ല, അകത്തിരിക്കും നമുക്ക് അപകടങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊന്നും തുറന്നിട്ടിരിക്കുക. പിന്നെ നിർബന്ധമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ ഈ മൊബൈലിൻ്റെ ഫ്ലാഷ് നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം മൊബൈലിൻ്റെ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഒരു പരിധിക്കകത്ത് പരിധി കഴിഞ്ഞാൽ കിട്ടുകയില്ല. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് 100-150 രൂപ കൊടുത്തൊരു ടോർച്ച്, ചെറിയ ടോർച്ചെങ്കിലും വാങ്ങിച്ച് വെച്ച് ടോർച്ച് തെളിച്ച് നടന്നാൽ നിങ്ങൾക്ക് അപകടത്തിൽ നിന്ന് 90%
പാമ്പിൻ്റെ അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാമ്പ് കടി കിട്ടുന്നില്ല. ഇപ്പോൾ ചെറിയെങ്കിലും മോന് കിട്ടിയ കൊച്ചു മോനല്ല, ആ മോൻ കിടന്നു വിളിച്ചാൽ പാവപ്പെട്ട ഇന്നും നമ്മുടെ നാട്ടിൽ ഇത്തിരി ദരിദ്രം പിടിച്ച് വീടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സത്യം പറയാൻ കാണും. എനിക്കറിയാമുണ്ടെന്ന്, ഞാൻ എല്ലാ കുഗ്രാമങ്ങളിലും സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു കൊച്ചു വീടിൻ്റെ തെർമോ എന്ന് മറ്റേ ഇതാണ് എന്താ പറയുക, ടിൻ ഷീറ്റ് വെച്ച് ടിൻ ഷീറ്റിൻ്റെ അടി കൂടെ മണലാണ്, അതിനകത്തൊരു എലി മാളം ഉണ്ടായിരുന്നു. ആ മക്കൾ അവിടെയാണ് കിടന്നത്. അപ്പോൾ അടി കൂടെ എലിയെ പിടിക്കാൻ വന്ന പാമ്പ് നേരെ അകത്ത് കയറി എലിയങ്ങ് ചാടി പോയി. മോൻ്റെ കാലനങ്ങിയപ്പോൾ ആ മോൻ്റെ തള്ളവരിൽ കടിച്ചു. അങ്ങനെ ആ മോൻ മരണപ്പെട്ടത്. തൃശ്ശൂരാണെങ്കിൽ തന്നെ തറക്കിടന്ന് തുടങ്ങിയ കുഞ്ഞു വാവയ്ക്കാണ് കടിയേറ്റത്. അതുപോലെ ആ കോടാലി, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കോടാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ അടുത്ത് ഈ തൃശ്ശൂർ ഇളയമോൻ മരിച്ചു, മൂത്തവൻ ഹോസ്പിറ്റലായിരുന്നു. കോടാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ശുചിമുറിയിൽ ആദം എന്നുള്ള 2 വയസ്സുകാരന് അതിൻ്റെ തൊട്ടടുത്ത ദിവസം കടിയിട്ട്. ഇതൊന്നും ആ ശങ്കുരയും കടിച്ചു, ഒന്നും വാർത്ത വന്നില്ല. കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുന്നേ കോഴിക്കോട് ജില്ലയിൽ 3 വീലുള്ള കൊച്ചു സൈക്കിൾ കുട്ടി 2 വയസ്സുള്ള മോൻ ആ സൈക്കിളിൽ പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹാൻഡിൽ നിന്ന് മലബാർ ഫിറ്റ് അവൻ്റെ കടി കിട്ടി. ആ ഉമ്മയോട് വന്ന് പറഞ്ഞാൽ ഉമ്മ എന്നെ പാമ്പ് കടിച്ചു. അപ്പോൾ അവർ സീരിയസ് ആക്കി എടുത്തില്ല. ആ മോന് പിറ്റെന്ന് മരണപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് പാമ്പടിയുണ്ട്. ഞാൻ ഈ പൊതുപ്രവർത്തനമായതുകൊണ്ട് ജനങ്ങൾ എന്നൊരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അവരെന്ത് കടിയുണ്ടെങ്കിലും പാമ്പടിയിട്ട് അപ്പോഴും തന്നെ എന്നെ വിളിക്കുന്നു. എന്നെ കാലൊരു ഡോട്ട് വന്നാൽ എന്നെ വിളിക്കുന്നു, ഭയം കൊണ്ട്. അപ്പോൾ ഞാൻ അവരെ വളരെ ഈസി ആയിട്ട് വളരെ തമാശയൊക്കെ പറഞ്ഞ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരാളാണ്. രാജവമ്പലം അടിച്ചാൽ പോലും ഞാൻ പറയും, ഒരു ചുക്കുമില്ല ചുണ്ണാമ്പില്ല, ചേരയാണ് കടിച്ചെന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമാണ് ഞാൻ. ആ മനസ്സിന് ധൈര്യം കൊടുത്ത് വരുന്ന ഒരാളാണ്. അതിന് നിങ്ങളൊരു കാരണവശാലും നിങ്ങൾ ഇല്ലാതാക്കരുത്. പാവങ്ങൾ എവിടെയെങ്കിലും ജീവിക്കട്ടെ, പാവങ്ങൾ പറമ്പിലെങ്കിലും ജീവിക്കട്ടെ, മനുഷ്യന്മാർ വീട്ടിലെങ്കിലും ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ പാമ്പ് ശരിക്കും പകലാണോ രാത്രിയാണോ കൂടുതൽ അപകടകാരികൾ? നല്ല ചോദ്യം. അങ്ങനെ പാമ്പുകൾ ഇന്ന സമയത്ത് എവിടെ ആയിരുന്നില്ല. പാമ്പ് ഇപ്പം മൂർഖനും അണലി പോലത്തെ പാമ്പുകൾ രാത്രിയും പകലും സഞ്ചരിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിലും പറമ്പുകൾ ധാരാളം ഉണ്ടായിരുന്ന സമയങ്ങളിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ഇതിനെ കാണുന്നില്ല. ഇപ്പോൾ പറമ്പുകളില്ലാത്തതുകൊണ്ടും കുറച്ച് പറമ്പൊക്കെ ഉള്ളതുകൊണ്ട് അവർ എപ്പോഴും സഞ്ചരിക്കുന്ന നമ്മൾ മറ്റേ വലിയ പറമ്പൊക്കെ ആകുന്ന സമയത്ത് അവന് അതിർത്തിയുടെ സൈഡിൽ കൂടി കാടിനകത്തൂടെ അങ്ങ് സഞ്ചരിച്ച് പോകുന്നുണ്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ പറമ്പുകൾ വൃത്തിയാക്കി കുറച്ച് ചെറിയ പറമ്പുകളാണ് നമ്മൾ അതിനെ കാണുന്നു. അതുകൊണ്ട് കൂടുതൽ നമ്മൾ എന്താ പറയുക, പാമ്പ് പകലുണ്ടോ രാത്രിയുണ്ടോ, രാത്രിയും പോലും ഒരേപോലെ പാമ്പുകൾ സഞ്ചരിക്കുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പണ്ട് നമുക്കറിയാം പണ്ടത്തെ വീട്ടിൽ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ കുട്ടികൾക്ക് ഇരിക്കണമെന്ന് അങ്ങോട്ട് നീങ്ങിയിരിക്കണമെങ്കിൽ അമ്മ ഒന്ന് എടുത്ത് നീക്കി വെക്കണം. ആ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ മേളിൽ താമസിക്കുന്ന കുട്ടിക്ക് താഴത്തെ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അമ്മയെ ഫോണിൽ വിളിച്ച് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വീട് ഒരു 2 ഏക്കർ സ്ഥലത്താൽ 1 ഏക്കർ സ്ഥലത്താൽ നടുക്കാർക്ക് ഒരു വീടുള്ളൂ. ആ വീട്ടിൻ്റെ 4 ചുറ്റും ഒരു 10 അടി വീതിക്ക് അല്ലെങ്കിൽ ഒരു 15 അടി വീതിക്ക് എന്നും അമ്മമാർ തൂത്ത് ക്ലീൻ ചെയ്ത് ഇലയൊക്കെ കളഞ്ഞ് ചപ്പൊക്കെ ഒതുക്കിയിടും. എന്തിനു വേണ്ടിയാണ് ഒതുക്കിയിടുന്നത്? പാമ്പുകൾ നമ്മളെ വീടിനകത്തേക്ക് വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ കാണാനും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കും. ആ കാലത്ത് പാമ്പടി ഇത്രയില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ട് പാമ്പടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 4 പടി പാമ്പടി പണ്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ഒരു കൃത്യമായിട്ടൊരു കണക്കുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ കേരളത്തിൽ സഞ്ചരിച്ച് ഓരോ സ്ഥലത്ത് സഞ്ചരിക്കുമ്പോൾ 10 വർഷത്തിനിടയിൽ പാമ്പടി കിട്ടിയിട്ടുണ്ട്, എത്ര പേർക്ക് കടി കിട്ടിയിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. എവിടെ പാമ്പിനെ പിടിക്കാൻ ഞാൻ അവരോട് ചോദിക്കും. നിങ്ങളുടെ മുത്തച്ഛന്മാരുടെ മുത്തച്ഛ അല്ലെങ്കിൽ സാറേ നിങ്ങൾ എത്ര വർഷം ഇവിടെ? അത് 80 വർഷമായിരുന്നു. ഇപ്പം ഞങ്ങൾ ഈ മോൻ മരിച്ചത്, ഈ ചെറിയെങ്കിലും മോൻ മരിച്ചിട്ട് അവരുടെ കുടുംബം അവിടെ വന്നിട്ട് 80 വർഷമായി. ഒരു പാമ്പിനെ അവിടെ അവർ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. കണ്ടിട്ടില്ല, കടിയെട്ടി മോൻ മരണപ്പെടുന്നത്. പക്ഷേ അവിടെയൊക്കെ പാമ്പുള്ള സ്ഥലം തന്നെയാണ്, കാടായതുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ നിരവധി പാമ്പുകളുണ്ട്. അതിൽ ഓരോ പാമ്പുകൾ, ഇപ്പം മൂർഖനുണ്ട്, അണലിയുണ്ട്, അല്ലെങ്കിൽ രാജവെമ്പാലയുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും എങ്ങനെയാണ് അതിൻ്റെ വിഷങ്ങളുടെ രീതി, അതൊന്ന് പറയാമോ? നല്ല ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു കാര്യം, പാമ്പിന് വിഷമില്ല എന്ന് ക്ലാസ് എടുത്തിരുന്ന ഒരാളാണ്. കാരണം പാമ്പിൻ്റെ വിഷമെന്ന് പറയുന്നത് തെറ്റായ വാക്കെന്നാണ് ഞാൻ അന്ന് വിട്ട ക്ലാസ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെല്ലാം പഠിക്കുന്നത് ഇംഗ്ലീഷുകാർ പറയുന്നത് മലയാളികൾ പഠിക്കാറുള്ളൂ. കാരണം മലയാളികൾ പറഞ്ഞാൽ അവന് വട്ടാണെന്ന് പറയും. അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പാമ്പിൻ്റെ സ്നേക്കിൻ്റെ കണ്ണിൻ്റെ പുറകിൽ അല്ലെങ്കിൽ സ്നാക്കിൻ്റെ ഗ്ലാൻഡിലിരിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ വെനം എന്നാണ്. വെനം എന്നാൽ അതിൻ്റെ മലയാളം വിഷം എന്നല്ല, ഔഷധം എന്നാണ്. കാരണം വെനം എന്നാൽ പ്രോട്ടീനാണ്, ഔഷധമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ക്ലാസ് എടുത്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ലോകത്തൊരു പാമ്പിന് വിഷമില്ല, ലോകത്തുള്ള പാമ്പിനൊക്കെ ഔഷധമാണുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം പോലെ ഇപ്പോൾ നമുക്കൊരു അണലിയുടെ കടി കിട്ടി. എനിക്ക് അണലിയുടെ കടി പത്തനംതിട്ടയിൽ നിന്ന് കടി കിട്ടിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് യാത്ര ചെയ്താണ് ട്രിവാൻഡ്രത്ത് 3 മണിക്കൂറാണ് യാത്ര ചെയ്താണ് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നത്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പുത്തൂർ ശ്രീനാരായണ ആയുർവേദ കോളേജിൽ 250ഓളം ആയുർവേദ ഡോക്ടർമാർക്ക് അവിടുത്തെ ബാക്കി സ്റ്റാഫുകൾക്കും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അണലിയുടെ കടി കിട്ടുന്നത്. അവിടെ നിന്ന് ഞാൻ 1.5 മണിക്കൂർ ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താണ് ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ എത്തിയത്. അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു ഭയം തോന്നിയിട്ടില്ല ഒന്നും. പിന്നെ അണലിയുടെ കടി കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും അണലിയുടെ കടി കിട്ടി, നല്ല വലിയ നീളമുള്ള പല്ലാണ്, ചൂണ്ടമാതിരി അകത്തിരിക്കുന്ന പല്ലാണ്, നല്ല ഏത് ഡയറക്ഷനിൽ തിരിഞ്ഞ് കടിക്കാനുള്ള കഴിവ് അണലിക്കുണ്ട്. അപ്പോൾ കടിക്കുന്ന സമയത്ത് നീളമുള്ള പല്ലുണ്ട്, കടിച്ചങ്ങ് പിടിക്കുമ്പോൾ ആ പല്ലങ്ങ് ഇറങ്ങുമ്പോൾ വളഞ്ഞ പല്ലാണ്. അപ്പോൾ അകത്തേക്ക് ഇറങ്ങുമ്പോൾ തിരിച്ചവനിങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നേരെ അകത്തേക്ക് അടിച്ച് പിടിക്കുമ്പോൾ നല്ല വെനമം കടന്നു പോവുകയും നീളമുള്ള പല്ലാണ്, അകത്തേക്ക് നല്ല നീളമുള്ള മുറിവുണ്ടാവുകയും കഴിഞ്ഞാൽ ആ പ്രോസസ്സിങ് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് നീര് വെച്ച് വരും. ആദ്യം വേദന ഇങ്ങനെ അനുഭവം, ചെറിയ വേദന വലുതായി നല്ല സഹിക്കാൻ പറ്റുന്ന വേദനയായിട്ട് വരുന്നു. ദേഹം മൊത്തം ആ വേദന പടരുന്നു. അത് കഴിയുമ്പോൾ തലവേദന നമുക്ക് അനുഭവപ്പെടുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക,
വയറിൻ്റെ അടിവശം വനം, അതായത് അറിയാലോ നമുക്ക് ഹീമോടോക്സിൻ, രക്തത്തെ ബാധിക്കുന്ന വനം, അതല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന വനമാണ് നമുക്ക് അണലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനം കുറയുമ്പോൾ മൂത്ര തടസ്സം അനുഭവപ്പെടും. മൂത്ര തടസ്സം അനുഭവപ്പെടുമ്പോൾ നമുക്ക് അവിടെ വീക്കം അനുഭവപ്പെടുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുണ്ടാവാൻ സാധ്യത കൂടുതലാണ് കിഡ്നിയുടെ പ്രവർത്തനം കുറയുമ്പോൾ. അപ്പോൾ ഈ അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ തുടയിടുക്കിൽ നമുക്ക് കഴലകൾ ഇങ്ങനെ കഴലുകൾ ഇങ്ങനെ വളർന്നു വരും, നീര് പൊങ്ങിയിരുന്നുണ്ട്. അത് നമ്മൾ പണ്ട് കാലത്ത് എന്താ പറയുക, കഴലാന്ന് ഇവിടെ ഈ കഷത്തിങ്ങനെ നീര് പൊന്തി വരണം. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദന അനുഭവപ്പെട്ട് വരുമ്പോൾ ഈ ഒരു പ്രോസസ്സിങ് നടക്കും. ഏറ്റവും നല്ല ബോഡി പെയിൻ അനുഭവപ്പെടുന്നത് അണലിയുടെ വനത്തിലാണ്, ഹീമോടോക്സിക് വനം ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അപകടം, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മരണം സംഭവിക്കുന്നത് ഒരു വെയിറ്റ് ചെയ്യണം. ഈ അണലിയുടെ ഏത് സമയം മുതലായിരിക്കും വിഷം ഉണ്ടാകുന്നത്? ഇപ്പൊ അണലിക്ക് ഉണ്ടായി എത്ര സമയത്തിന്? നല്ല ചോദ്യമാണ്. അണലിയുടെ സാധാരണ അണലി എല്ലാ വനമുള്ള പാമ്പുകളുടെയും കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ വനമുണ്ടാകും. അപ്പോൾ ജനിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ജീവൻ അപഹരിക്കാനുള്ള വനമില്ല. അത് ഏകദേശം മനുഷ്യൻ്റെ ജീവൻ അപഹരിക്കുന്നത് ഇപ്പോൾ അണലിയൊക്കെ ആണെങ്കിൽ ഒരു 1.5 മാസം 2 മാസത്തോടെ കഴിഞ്ഞ് മാത്രമേ ജീവൻ അപഹരിച്ചായിട്ട് ഇതുവരെ എനിക്ക് വായിക്കാൻ പറ്റും എൻ്റെ അനുഭവത്തിൽ. കാരണം എനിക്ക് കഴിഞ്ഞ ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ജനിച്ചിട്ടൊരു 10-12 ദിവസമുള്ള ഒരു അണലിയുടെ കടി ഇങ്ങനെ ഞരമ്പിൽ കിട്ടിയിട്ട് ഞാൻ 10 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുക്കും. കാരണം മെയിനായിട്ടുള്ള ഞരമ്പിലാണ് കിട്ടിയത്. അതൊരു വിഷുദിനത്തിലായിരുന്നു. ചെറിയ അണലിയാണ്. അന്ന് എനിക്ക് 10-12 ദിവസത്തിനടുത്തേ അത് ആയിട്ടുള്ളൂ വിരിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മെയിൻ ഞരമ്പിലായതുകൊണ്ടാണ് എനിക്ക് അഡ്മിറ്റ്. പക്ഷേ എനിക്ക് അന്നും പിറ്റൊന്നും ആൻറ്റിബയോട്ടിക് തന്നില്ല. 2 ദിവസമോ 3 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയ എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ചെറിയ അണലികളും ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ലേഡിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അത് ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടത്തിലാണ് അവിടെ എഴുന്നള്ളിച്ച് വിട്ടത്. അത് വലിയ മൂർഖൻ, 5 അടിയുള്ള മൂർഖൻ പാമ്പിനേക്കാളും അപകടകാരിയാണ് ചെറിയ മൂർഖൻ്റെ കുഞ്ഞെന്ന്. എന്ത് ബേസിലാണ് പറഞ്ഞതെന്ന് എനിക്കൊരു പിടിയില്ല. ചെറിയ മൂർഖൻ പാമ്പിൻ്റെ വനമൊന്നും നമ്മളെ ജീവൻ ജനിച്ച ഉടനെ നമ്മൾ ജീവൻ അപഹരിക്കുന്നില്ല. ഒരു 6 മൂർഖനൊക്കെ ആണെങ്കിൽ ഒരു 3 മാസത്തോളം കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യൻ്റെ ജീവൻ അപഹരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അന്ന് പറഞ്ഞ് മരുന്നെടുക്കേണ്ടതെന്നല്ല അതിൻ്റെ അർത്ഥം. ആൻറ്റിബയോട്ടിക് എടുക്കണം, മരുന്നെടുക്കണം, ഹോസ്പിറ്റലാവണം, അഡ്മിറ്റ് എടുക്കണം, മരുന്നെടുക്കണം. അത് ജീവൻ അപഹരിക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ എല്ലാത്തിനും മരുന്നിന് മാറ്റം വന്നില്ലെങ്കിൽ അതും അപകടമായി മാറും എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ അണലി കടിച്ചാൽ ഇതൊക്കെയാണ് സിംറ്റംസ്. മൂർഖൻ്റെ അടി നമുക്കറിയാലോ, കോബ്ര വൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ കോബ്രയ്ക്ക് അപകടം ഉണ്ടാകുന്നില്ല. വലിയ കോബ്ര ഒരു 3-4 മാസം കഴിയുമ്പോഴാണ് അതിൻ്റെ മനുഷ്യനെ കൊല്ലാനുള്ള വനം ഉണ്ടെങ്കിലും വനത്തിന് വീര്യം കുറവായതുകൊണ്ടാണ് നമുക്ക് അപകടം പറ്റാത്തത്. ചില സാഹചര്യങ്ങൾക്ക് ചെറിയ മൂർഖൻ്റെ കുഞ്ഞിൻ്റെ കടി കിട്ടിയിട്ടൊന്നും പലരും മെഡിസിൻ എടുക്കാതെ അറിയാതെ പോലും പോയ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒത്തിരി പേരുണ്ട്. എന്നാൽ അത് ആൻറ്റിബോഡിയായി മാറുന്നു. ചില പല അസുഖങ്ങൾക്ക് അത് പ്രത്യാവശ്യമായി മാറുന്നു. ഇതൊക്കെ പഠനങ്ങൾ തെളിയിച്ച കാര്യങ്ങളാണ്. ഇപ്പം മൂർഖൻ പാമ്പ്, സാധാരണ മൂർഖൻ്റെ കടി കിട്ടിയാൽ നമുക്കുണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ആ കടി കിട്ടുന്ന സ്ഥലത്ത് നല്ല വേദന ഉണ്ടാവും. വേദനയ്ക്ക് മാത്രമല്ല അവിടെ ബ്ലഡ് ഇങ്ങനെ കട്ടിയായിട്ട്, മറ്റേ അണലി കടിക്കുമ്പോൾ അവിടെ ബ്ലഡ് ലൂസായിട്ട്, അതിൽ ആ നീര് വെക്കുന്നതനുസരിച്ച് കുറേശ്ശെ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ലൂസായിട്ട് വന്നുകൊണ്ടിരിക്കും. അവിടെ നിന്ന് നീര് വെള്ളം അപ്പോൾ അതിൽ കൂടെ വന്നുകൊണ്ടിരിക്കും. മൂർഖൻ്റെ അടി ഏൽക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നീര് വെക്കുക, അവിടെ ബ്ലഡ് വന്നിങ്ങനെ കട്ടിയായിട്ട് മുത്തുപോലെ വന്ന് നിൽക്കുക, പിന്നെ അവിടെ നീര് വെച്ച് മേളിലോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് നമുക്കുണ്ടാകുന്ന വെച്ചാൽ നമുക്ക് എന്താ പറയുക, ശ്വാസതടസ്സം അനുഭവപ്പെടും. നമുക്ക് ചുമ, കഫക്കെട്ട്, ഇങ്ങനെ ശ്വാസതടസ്സം അനുഭവപ്പെടും. ശ്വാസതടസ്സം അനുഭവപ്പെട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റും, അവിടെ കഫം ഉണ്ടാവും, ശ്വാസം എടുക്കാൻ പറ്റാതെ വരും. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ണിങ്ങനെ മറിഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എന്താ പറയുക, കണ്ണ് അടഞ്ഞു പോകും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ഉറക്കത്തിലേക്ക് അബോധാവസ്ഥയിലേക്ക് അങ്ങ് പോവുകയാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോബ്ര ബൈറ്റ് കിട്ടിയ ഒരാളാണ് ഞാൻ. എനിക്ക് 16 പ്രാവശ്യം സീരിയസ് ആയാലും 6 പ്രാവശ്യം വെന്റിലേറ്ററും 10 പ്രാവശ്യം ഐസിയുലും സീരിയസ് ആയിട്ട് കിടക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. അപ്പോൾ കടി കിട്ടിയവർക്ക് മാത്രമേ കടിയെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. പണ്ട് എഴുതി വെച്ച ബുക്കിൽ വരച്ച് വരുമ്പോഴല്ല ഇന്നത്തെ സിംറ്റംസുകൾ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറി വരികയാണ്. ഇതൊക്കെ സൂക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളത് കൂടി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറഞ്ഞില്ല, അതിന്റെ എങ്ങനെയാണ് അതിന്റെ നല്ല ചോദ്യം. അപ്പോൾ ഞാൻ മൂർഖനിലൊരു സംഭവം വിട്ടുപോയതുണ്ട്. നമുക്ക് മൂർഖൻ്റെ കടിയേറ്റ് നമുക്ക് ഹാർട്ട് അറച്ച് വരാൻ സാധ്യതയുണ്ട്. ഹാർട്ട് അറച്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ശ്വാസകോശം ചുരുങ്ങുന്ന സമയത്ത് അവിടെ കൃത്രിമ ശ്വാസം കൊടുക്കുന്നത്, അതായത് വെന്റിലേറ്റർ അനിവാര്യമായി വരുന്നു. കൃത്രിമ ശ്വാസം കൊടുത്താൽ മരുന്നിനേക്കാളും പ്രാധാന്യം വെന്റിലേറ്റർ അഡ്മിറ്റ് ചെയ്ത ആളിന് ഒരു 50% നമ്മൾ വിജയിച്ചു എന്നുള്ളത് കൂടി നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഫസ്റ്റ് എയ്ഡുകളെക്കുറിച്ചും മറ്റൊന്നും പറഞ്ഞിട്ടില്ല. വെള്ളിക്കെട്ടിനോട് പറഞ്ഞ് നമുക്ക് ഫസ്റ്റ് എയ്ഡിലേക്ക് വരാം. നമുക്കറിയാം, ഇന്ത്യൻ കാമൺ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന ശംഖുവരൻ പാമ്പിൻ്റെ കടി ഏറ്റിട്ടാണ് കൊല്ലം ജില്ലയിൽ നമ്മുടെ എന്താ പറയുക, ഈ ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുന്നരൂരെടുത്ത് പത്തനാപുരത്ത് ഒരു കുട്ടി മരണപ്പെട്ടത്. 8 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു. താഴെ കിടന്നിറങ്ങിയ കുട്ടി, 4 കുട്ടികൾ ഇറന്നലിച്ച് അവരോട് ചേർന്ന് കുട്ടിക്കാണ് കടിയേറ്റ് മോള് മരണപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ അൽജു എന്ന് പറഞ്ഞ മോന്, ഇപ്പോൾ 8 വയസ്സുള്ള മോൻ മരണപ്പെട്ടു. ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ എന്താ പറയുക, അഴൂരല്ല, നമുക്ക് എന്താ പറയുക, 5 തെങ്ങ് സ്ഥലത്തൊരു മോന്, ശങ്കുരൻ മോൻ്റെ കടി തറയിൽ കിടന്നിറങ്ങിയ മോന് കടിയേറ്റ് രാത്രി മോനെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് അവന് പിന്നെ ശ്വാസം മുട്ട് അനുഭവപ്പെട്ട വീട്ടുകാരൊക്കെ പരതി നോക്കിയ വീടിനകത്തതുണ്ടായിരുന്നു. അവർ തല്ലിക്കൊന്നെടുത്ത് കടലിലേക്ക് എറിഞ്ഞു. അത് ഞാൻ മോന് സീരിയസ് ആയി. പറഞ്ഞപ്പോൾ എനിക്കൊരു രോമാഞ്ചം ഉണ്ടാകുന്നു കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്കൊരു ഇതുണ്ടാകും. ആ മോന് സീരിയസ് ആയി. ആ മോനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് 1.5 മാസം മോൻ പാരാലിസിസ് ആയി ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് ആ മോനെ വീട്ടിൽ കൊണ്ട് അമ്മയെ മാത്രമേ മോനെ അറിയാവൂ.
ഈ അടുത്ത കാലത്ത് ഞങ്ങൾ 2 വർഷം മുന്നേ ആ വീട്ടിൽ പോകുന്ന സമയത്തും ആ മോന് കിടപ്പാണ്. വേറെ ആരെയും അറിയില്ല. മോന് അമ്മയെ മാത്രം, അമ്മ കൊടുക്കുന്ന ഫുഡ് കഴിക്കുന്നു, അറിയാതെ മോഷണം യൂറിനും പോകുന്നു. അമ്മ നന്നായിട്ട് നോക്കുന്നു. മോനെ ഇപ്പോൾ 2 വർഷം ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല. എന്തായാലും പാരാലിസിസ് ആയിപ്പോയി. പക്ഷേ ഒരു സങ്കടം കൂടിയുണ്ട്. അതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പെരുങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഈ അടൂർ മോൻ മരിച്ചതിൻ്റെ കുറച്ചടുത്താണത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 23, 22 വയസ്സേ ഉണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫറായിരുന്നു. സ്റ്റുഡിയോയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു. പല സ്ഥലത്ത് ഞാൻ പാമ്പിനെ പിടിക്കാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ കൂട്ടുകാരനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കടയടച്ച് ഇങ്ങനെ ഷോപ്പടച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വീടിൻ്റെ മുറ്റത്തോ വഴിയിലോ വെച്ചൊരു ശങ്കരൻ പാമ്പിൻ്റെ കടി കിട്ടിയിട്ട് അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അറിയില്ല ശങ്കരൻ്റെ പാമ്പിൻ്റെ പല്ല് ചെറിയ പല്ലാണ്. നമുക്ക് സിംറ്റംസ് ഒന്നും കാണിക്കുകയില്ല. വൈകിയാണ് സിംറ്റംസ് കാണിക്കുന്നത്. 1 മണിക്കൂറോളം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ശ്വാസം മുട്ടലായപ്പോഴാണ് വീട്ടുകാരെല്ലാം കൂടി ചേട്ടൻ്റെ അടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് 1-2 മാസം ട്രീറ്റ്മെൻറ്റ്. ഒരു സൈഡ് ഇങ്ങനെ തളർന്ന്, ഒരു സൈഡ് ഇങ്ങനെ കൈയൊന്നും പൊങ്ങുന്നില്ല, ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞാണ് നടക്കുന്നത്. ഓർമ്മ ഒരു ചെറിയ ഇന്നും ഒരു 8-10 വർഷം ആ ഓർമ്മ കുറഞ്ഞാണ് ഇന്നും പുള്ളിക്കാരൻ ജീവിക്കുന്നത്. അപ്പോൾ ആ ശങ്കരൻ പാമ്പിൻ്റെ കടിയേറ്റയിൽ പെട്ടെന്ന് ഏറ്റവും നമുക്ക് ഉണ്ടാകുന്നത് തലച്ചോറിനെ ബാധിക്കുന്ന വനമാണ് അവർ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും കടി കിട്ടാതിരിക്കട്ടെ, പ്രിക്കോഷൻസ് എടുക്കുക, മുൻകരുതലെടുക്കുക, ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതിലൂടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പല ആൾക്കാരും പല പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. പാമ്പ് കടിയേറ്റാൽ കെട്ടണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചേര കടിച്ചാൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ഡോക്ടർമാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. വെനമില്ലാത്ത പാമ്പിൻ്റെ കടിയിൽ മരുന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും പാടില്ല. അതുപോലെ കടിയേറ്റ് കെട്ടിക്കഴിഞ്ഞാൽ ഉയർത്തി വെച്ചുകൊണ്ട് വരുന്ന ഒരു ഡോക്ടറെ അടുത്ത 2 മാസങ്ങൾക്ക് മുന്നേ കണ്ടെത്തിയിരുന്നു. തൂക്കിയിട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. ഒരു ഡോക്ടർമാരെ എല്ലാവരും ഞാൻ കുറ്റം പറയില്ല. ഇതിനെക്കുറിച്ച് അറിയാത്ത കുറേ ആൾക്കാർ, പാമ്പ് എന്താണെന്ന് അറിയാത്ത, കടി എന്താണെന്ന് അറിയാത്ത കുറച്ച് പേരുണ്ട്. അവരാണ് ഈ അനാവശ്യമായ കഥകൾ പറഞ്ഞിട്ട് മറ്റുള്ള നല്ല ഡോക്ടർമാരുടെ കൂടെ പേരില്ലാതാക്കുന്നത്. അപ്പോൾ അറിഞ്ഞുകൂടെങ്കിൽ പറയാതിരിക്കുക. പാമ്പ് കടിയേറ്റാൽ കെട്ടണം. കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്, ടൈറ്റാക്കി കെട്ടരുത്. കെട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തെ ഫസ്റ്റ് എയ്ഡാണ് ചെയ്യേണ്ടത്. കടിയേറ്റാണ് ധൈര്യം കൊടുക്കുക, പിടിച്ചിരുത്തുക. നടക്കാനോ കിടക്കാനോ സമ്മതിക്കരുത്. നിങ്ങളോ അദ്ദേഹമായി ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണോ അത് 2 വിരൽ 3 വിരൽ വീതിക്ക് നല്ല നീളത്തിന് കയറിയെടുക്കുക. എവിടെയാണ് കടിയേറ്റ് അവിടെ നിന്ന് ഒരുക്കി അകലം എടുക്കുക. അകലത്തിന് വീതിക്ക് തന്നെ ചുറ്റി കെട്ടുക. കെട്ടുക എന്നല്ല വാക്കിൻ്റെ അർത്ഥം രക്തോട്ടം തടയുക എന്നല്ല, രക്തോട്ടം കുറയ്ക്കുക എന്നാണ്. കെട്ടിയതിന് ശേഷം വീണ്ടും ഒരു കഷ്ണം തുണിയിലൊക്കെ കുറച്ചുകൂടെ മേളിലോട്ട് കെട്ടുക. കയ്യിലാണ് കടിയേറ്റാൽ തൂക്കിയിടാനോ മേളിലോട്ട് പൊക്കി വെക്കാനോ പാടില്ല. ഇങ്ങനെ വെച്ച് അദ്ദേഹത്തിനെ എടുത്തിരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. നമുക്ക് അദ്ദേഹത്തിന് അപകടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാലിലാണെങ്കിൽ കെട്ടി നിവർത്തിയിരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് ശ്വാസം മുട്ടലോ ചുമയോ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടോ എല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തിന് ഒരു കാരണവശാലും കിടക്കുക. പക്ഷേ കിടക്കുന്നത് മലർന്നോ കമിഴ്ന്നോ ഇടതുവശത്തോട്ട് ചരിഞ്ഞോ കിടക്കാൻ അനുവദിക്കരുത്. വലതുവശത്തോട്ട് മാത്രം ചരിഞ്ഞ് കിടക്കാൻ അനുവദിക്കുക. ഇടതുവശം ചരിഞ്ഞ് കിടക്കുമ്പോൾ അവിടെ ഹാർട്ടിനെ ബാധിക്കുന്ന വനമാണ് പാമ്പ് തരുന്നത്. അപ്പോൾ നമുക്ക് ചരിഞ്ഞ് കിടക്കുമ്പോൾ ഹാർട്ടിന് പ്രഷർ കൂടും, അറ്റാക്ക് വരും, മരണം സംഭവിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വലത്തോട്ട് തിരിഞ്ഞ് കിടക്കുന്ന സമയത്ത് കഫം ഇങ്ങനെ പുറത്തേക്ക് പോകും. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി ശ്വാസം എടുക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള മുൻകരുതലെടുക്കുക.